ജോണേട്ടാ, സിദ്ദിഖ് സിദ്ദിഖിന്റെ വിഷയം കുറെ നാളായിട്ട് ലൈം ലൈറ്റ് ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ സിദ്ദിഖ് ആക്രമിച്ചു അല്ലെങ്കിൽ സിദ്ദിഖ് തന്നെ പീഡിപ്പിച്ചു, അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന നടി, ഈ പീഡനം നടന്നതിന് ശേഷം അവരുടെ അനുഭവിച്ച ഒരു മെന്റൽ ട്രോമ ഉണ്ടായിരിക്കുന്നു. ആ മെന്റൽ ട്രോമയ്ക്ക് ചികിത്സ തേടിയ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. തെളിവുകളായി കേരള പോലീസിന് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പോരാത്തതിന് ഈ സിദ്ദിഖിന്റെ കേസ് കടുക്കുകയാണ്. ഈ മുകേഷിന്റെ കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച ആ സ്ത്രീക്കെതിരെ പോക്സോ കേസായി അവരിപ്പോൾ മദ്രാസ് കോടതിയിലോട്ട് പോയിരിക്കുകയാണ്. അവരിവിടെ നിന്ന് പോയി മദ്രാസ് കോടതിയിൽ പോയിട്ട് അവര് ജാമ്യം എടുക്കാൻ പോവുകയാണ്. അവർക്കെതിരെ പോക്സോ കേസ് ഉന്നയിച്ചത് അവരുടെ ചർച്ച ചെയ്തത് അവരുടെ ബന്ധു തന്നെയാണ്. പിന്നെ ഇയാൾക്കെതിരെ പോക്സോ കേസ് അല്ല, നമ്മുടെ ജയസൂര്യക്കെതിരെ കേസ് വന്നല്ലോ. ജയസൂര്യക്കെതിരെ കേസ് വന്നെങ്കിലും ആ കേസും എന്താണ്, അവരും ജയസൂര്യയുമായിട്ട് ഇവർ ഈ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ജയസൂര്യ ഇവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു എന്നിങ്ങനെയുള്ള ചാരിറ്റി കാര്യങ്ങൾക്കൊക്കെ ജയേട്ടൻ വിളിക്കുന്നത്. അതെ, അങ്ങനെയുള്ള ഇതൊക്കെ പുറത്തു വന്നു. പക്ഷേ സിദ്ദിഖിന്റെ കേസിൽ മാത്രം ആ പെൺകുട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ആദ്യം കേരള പോലീസിന് ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിക്ക് അറിയില്ല എന്നാണ് പീഡനം നടന്നത്, ബലാത്സംഗം നടന്നതെന്ന് ആ പെൺകുട്ടിക്ക് ഡേറ്റ് അറിയില്ല എന്ന് പറഞ്ഞു. കേരള പോലീസ് മസ്കറ്റ് ഹോട്ടലിൽ പോയിട്ട് സിദ്ദിഖ് അവിടെ താമസിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. ഉണ്ടെന്ന് ഉള്ള തെളിവ് കിട്ടി. രണ്ടാമത് അവരുടെ വാട്സപ്പ് ചാറ്റുകൾ ഹാജരാക്കാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ചാറ്റുകൾ ഹാജരാക്കിയിട്ടില്ല എന്നാണ് ഇതുവരെ എനിക്ക് മനസ്സിലാവുന്നത്. ഹാജരാക്കിയിട്ടുണ്ടോ? ആ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. കേരള പോലീസ് അത് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ നിർണായകമായ ഒരു തെളിവ് പുറത്തു വന്നിരിക്കുന്നത് സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഈ യുവതി മെന്റൽ ട്രോമയ്ക്ക് ഇവർ ചികിത്സ തേടിയിരുന്നു എന്നുള്ളത് അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അതിന്റെ? ധനുഷി പറഞ്ഞതുപോലെ ഈ പീഡനം നടക്കുന്നത് 2016 അപ്പൊ അന്ന് പീഡനം നടന്ന സിനിമ വാഗ്ദാനം, സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം ചെയ്തിട്ടാണ് അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ആണ് ഈ പീഡനം നടന്നതെന്നാണ് പെൺകുട്ടി പറയുന്നത്, പരാതിയിൽ പറയുന്നത്. 101D എന്ന് പറയുന്ന റൂമിലാണ് പീഡനം നടന്നത്. സിദ്ദിഖ് താമസിച്ചിരുന്ന ആ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു. അവിടെ വെച്ച് തെളിവാണല്ലോ കോടതിക്ക് വേണ്ടത്. പ്രത്യേകിച്ച് 2016 ഈ സംഭവം നടക്കുന്നത്. 2016 നടന്ന ഒരു സംഭവം തെളിയിക്കുക എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കാൻ പറ്റണം. ഈസി ആയിട്ട് നമുക്ക് ഊരിപ്പോരാൻ പറ്റും. അപ്പോൾ സിദ്ദിഖ് മറ്റ് നടന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിദ്ദിഖ് ഇതിനകത്ത് രക്ഷപ്പെട്ടു പോരുക എന്ന് പറയുന്നത് സിദ്ദിഖിന് പ്രയാസകരമായിരിക്കും. കാരണം അദ്ദേഹം തെളിയിക്കണം, അത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് സിദ്ദിഖിന്റെ ബാധ്യതയാണത്. സിദ്ദിഖിന്റെ ബാധ്യതയായിട്ട് മാറണം. എന്നിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച ആ യുവതി അല്ലെങ്കിൽ ആ സ്ത്രീ എന്നൊക്കെ പറയുന്നത് അവരുടെ തന്നെ ജെന്യൂനിറ്റി ഇല്ലാതാകുന്ന തരത്തിലുള്ള സംഭവങ്ങൾ പിന്നീട് വരികയാണ്. അവര് തന്നെ പല മാധ്യമങ്ങളും പറയുകയാണ്, എന്റെ മുഖം കാണിക്കണം, എനിക്ക് ഫേമസ് ആവണം, എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, തെളിയിക്കേണ്ട ബാധ്യത മുകേഷിനാണെന്നൊക്കെ പറയുന്നു. പിന്നീട് അവർ തമ്മിൽ അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ വരുമ്പോൾ ഈ സിദ്ദിഖിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ ആ സംഭവത്തിന് ശേഷം ചികിത്സ തേടിയിരുന്നു. മാനസികമായി അവർ അത്രമാത്രം പീഡനം അനുഭവിച്ചു എന്നുള്ളതിൻ്റെ ചികിത്സ തേടിയിരുന്നു. അതിൽ നിന്ന് ഇപ്പോഴും അവർ മോചിതയല്ല എന്നാണ് അവർ പറയുന്നത്. ആ യുവതി പറയുന്നത് അന്നത്തെ ആ സംഭവത്തിൻ്റെ ട്രോമയിൽ നിന്ന് ഇതുവരെ കരകയറാൻ പറ്റിയിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ചികിത്സ തേടിയതിൻ്റെ രേഖ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് മാറും. മറ്റൊന്ന്, ഞാൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹം ഈ സിദ്ദിഖ് ചോറും തൈരും മീൻകറിയും കൂട്ടി കഴിച്ചു, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ചില സെക്ഷൽ ഫ്ലേവർ കോമഡിയൊക്കെ പറഞ്ഞു വൈരുദ്ധ്യാഹാരം കഴിക്കുന്നതാണ് എനിക്ക് എപ്പോഴും താല്പര്യം എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിച്ചു എന്നുള്ളതിനും തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് വമ്പൻ തെളിവുകളായി. അപ്പം ഇതും വരുന്നുണ്ട്. പക്ഷെ അതിന്റെ വേറൊരു കാര്യം ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയോ, ഈ പെൺകുട്ടി പറയുന്നു തൈരും ചോറും മീനും സിദ്ദിഖ് കൂട്ടിക്കൊഴിച്ച് കഴിച്ചു. പെൺകുട്ടി പീഡിപ്പിച്ചതിന് ശേഷമാണ് അയാൾ അങ്ങനെ ചെയ്തത്, അവരുടെ മുമ്പിൽ ഇരുന്ന് ചെയ്തു എന്ന് പറയുന്നു. ഫുഡ് അവിടെ ആരാ കൊണ്ടുവന്നത്? അതെന്റെ ഒരു ചോദ്യമാണ്. ഫുഡ് ഹോട്ടലിൽ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരും. അപ്പൊ ഫുഡ് അവിടെ കൊണ്ടുവരുമ്പോൾ അയാൾ ഇത് കണ്ടില്ലേ? അല്ലെങ്കിൽ സിദ്ദിഖ് പുറത്തിറങ്ങി ഫുഡ് വാങ്ങിച്ചോ? ഫുഡ് സാധാരണ ഹോട്ടലിലോട്ട് നമ്മൾ കൊണ്ടുവരുമ്പോ ഹോട്ടലിനകത്ത് അയാൾ കയറി, നമുക്ക് മസ്കറ്റ് ഹോട്ടലാണ്, അയാൾ സർവ് ചെയ്തിട്ട് പോകും. നമ്മൾ പറയും ഭക്ഷണം അവിടെ വച്ചേക്കും എന്ന് പറയും. അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അവിടെ ആ ഹോട്ടലിൽ റൂം പോയി കണ്ടില്ലേ? കണ്ടിട്ടുണ്ടാവണമെങ്കിൽ ഇവരപ്പോ പീഡനത്തിന് ഇരയായിട്ട് അവിടെ കിടക്കുകയായിരിക്കുമല്ലോ. ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് അല്ല, എന്റെ ഡൗട്ടാണ്. ഞാനത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയല്ല, ഇറ്റ്സ് മൈ ഡൗട്ട്. മനസ്സിലായില്ലേ? അങ്ങനെ കിടക്കുക ന്യായമായ ചോദ്യമാണ്, സംശയമാണ്.
എനിക്ക് അങ്ങനത്തെ ഒരു പക്ഷേ ആ സമയത്ത് പോരാത്തതിന് ഈ യുവതി പറയുന്നുണ്ട് സിദ്ദിഖ് ഒച്ചത്തിൽ പാട്ട് വെച്ചു എന്ന് പറയുന്നുണ്ട്, ടി വി വെച്ചു എന്ന് പറയുന്നുണ്ട്, ഒച്ചത്തിൽ ടി വി വെച്ചു എന്ന് പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇവരുടെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ റൂം ബോയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു മൊത്തത്തിൽ തെളിയാനായിട്ട് ഇപ്പൊ തെളിവുകളൊക്കെ കിട്ടി, ഓക്കെ ഫൈൻ, പക്ഷെ ഇതിൽ മൊത്തത്തിൽ കലങ്ങി തെളിയാനൊരു കുറച്ച് സാധനങ്ങളുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ഡൗട്ട്. കൊണ്ടുവരുന്ന സമയത്ത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ ഓർഡർ ചെയ്യുന്നത്, ചോറ് ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് അവർ ആ ഷോക്കിൽ അല്ല, ഞാൻ പറയുന്ന ഷോക്കിലാണെങ്കിലും ഇയാൾ കയറി വരുമ്പോൾ ഇപ്പൊ ആ മുറിയുടെ ഒരു ഘടന എനിക്ക് അറിയില്ല, മസ്കറ്റ് ഹോട്ടലിലെ മുറിയുടെ ഘടന, മുറിയുടെ ഘടന അനുസരിച്ച് അയാൾ ഈ സാധനം കൊണ്ടുവരുമ്പോൾ അയാൾ മുറിക്കുള്ളിനകത്തേക്ക് റൂമാണ് ബുക്ക് ചെയ്തതെന്നാണ് പറയുന്നത്. അത് സ്വീറ്റ് റൂം ആണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. സ്വീറ്റ് റൂം ആണെങ്കിൽ ഒരു ഹാള് അതൊക്കെ കാണും. അപ്പൊ സ്വീറ്റ് റൂം ആണെങ്കിൽ ഈ യുവതിയെ മുറിക്കകത്ത് ഇട്ടിരിക്കാം, ഈ മുറിക്കകത്ത് യുവതിയെ ബോധം കെടുത്തിട്ടിരിക്കാം, അല്ലെങ്കിൽ ബന്ധിച്ചിട്ടിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. സ്വീറ്റ് റൂം അല്ലെങ്കിൽ നേരെ മുറിക്കകത്തോട്ടാണ് വരുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ യുവതിയെ ആ റൂം പോയി അവിടെ കണ്ടു കാണണം. അതൊരു പക്ഷെ അങ്ങനെ ഒരു മൊഴി വന്നിട്ടുണ്ടോ? അങ്ങനെ അല്ല, ഞാൻ എന്റെ ഡൗട്ടാണ് ചോദിക്കുന്നത്, മനസ്സിലായില്ലേ? കണ്ടു കാണണം, അങ്ങനെ ഒരു സാധനം കണ്ടു കാണണം. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ യുവതി അതിനുശേഷം സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് ശേഷം യുവതിയെ എന്താണ് സിദ്ദിഖ് കൊണ്ടാക്കിയതാണോ? അല്ല അല്ല, പിന്നീട് യുവതി പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് യുവതി ഇത്രയധികം ട്രോമ, യുവതി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇത്ര ട്രോമ അനുഭവിച്ചു, ഞാൻ ഇത്ര സംഭവങ്ങൾ ചെയ്തു, എൻ്റെ മുമ്പിലായിരുന്നു സെക്ഷൽ കോമഡി ചെയ്തു, മുന്നിൽ നിന്ന് അയാൾ മാസ്ട്രുബേറ്റ് ചെയ്തു, എന്നെ കഴുത്ത് ഞെരിച്ചു, അമർത്തി പിടിച്ച് കഴുത്ത് ഞെരിച്ച ശേഷമാണ് എന്താണ് അറ്റ്ലീസ്റ്റ് അലോ മീ ടു ലിക്ക് എന്നൊക്കെയാണ് സിദ്ദിഖ് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പൊ അത്രയും ഒരു ട്രോമ ആ സമയത്ത് ഈ യുവതിക്ക് ഉണ്ടായപ്പോൾ ഈ യുവതി പുറത്തിറങ്ങിയിട്ട് എന്തുകൊണ്ട് അത് പുറത്ത് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ള ചോദ്യമുണ്ട്. ഇത് ഞാനൊരു ചോദ്യമാണ്. കാരണം അവരവിടെ നിന്ന് പുറത്തു നിന്ന് ഇറങ്ങുമ്പോഴേ അങ്ങനെയാണെങ്കിൽ അവശയായിരിക്കും. ഇപ്പോ അങ്ങനെയാണല്ലോ ചികിത്സ തേടി പോയി. അല്ല, അതല്ല ഞാൻ പറയുന്നത്, അതല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോ അവിടെ ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അവർ ശാരീരികമായിട്ട് അവർ പുറത്ത് ക്രൂരമായിട്ടുള്ള പീഡനം എന്നാണ് പറയുന്നത്. അവർ പുറത്തുനിന്ന് ഇറങ്ങി അവർക്ക് നടക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവർ പുറത്തുനിന്ന് ഇറങ്ങി എങ്ങനെയാണ് പോയത്? പുറത്തുനിന്ന് ഇറങ്ങിപ്പോയി, അവർ നടന്നു പോയി. അതേ സിദ്ദിഖ് അവരെ ഇപ്പോൾ സിദ്ദിഖിന്റെ ഒരു മനസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ ഒരു വലിയ സെലിബ്രിറ്റിയാണ്. എൻ്റെ ന്യായമായിട്ടുള്ള കുറച്ച് ഡൗട്ടുകളാണ് കേട്ടോ, മൈ വിയർഡ് തോട്ട്സ്. അതായത് സിദ്ദിഖ് ഒരു സെലിബ്രിറ്റിയാണ്. ആ സിദ്ദിഖ് ഒരു സെലിബ്രിറ്റി ആയിരുന്നിട്ട് സിദ്ദിഖ് ഗവൺമെന്റിന്റെ ഒരു മസ്കറ്റ് ഹോട്ടലിൽ ഒരു പീഡനം നടത്തിയിട്ട് സിദ്ദിഖ് ആ യുവതിയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ റൂം ബോയ് വന്ന് ഭക്ഷണം കൊടുത്തിട്ട്, അല്ലെങ്കിൽ സിദ്ദിഖ് തന്നെ ആ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. സിദ്ദിഖ് ഒരിക്കലും അത് ചെയ്യാൻ പോകുന്നില്ല, റൂം ബോയ്. അപ്പോൾ എന്നിട്ട് സിദ്ദിഖ് വിചാരിക്കുകയാണ് ഇനി ഇവള് പൊക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ സിദ്ദിഖ് വിചാരിക്കൂ? അതായത് ഞാനൊരു സെലിബ്രിറ്റി അല്ലേ, അപ്പോൾ ഈ യുവതി പുറത്തേക്ക് ഇത് പോയി കഴിഞ്ഞ് പുറത്തു പോയി ഇത് താഴോടിഞ്ഞ് താഴെ പോയിട്ട് ഇവർ പോലീസിനെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്താണ് വിളിച്ചാൽ അപ്പൊ പൂട്ടാൻ സിദ്ദിഖിനെ. അല്ല, അതിനകത്ത് ആ യുവതി പറയുന്ന വേറൊരു കാര്യമുണ്ടല്ലോ, സിദ്ദിഖ് ഇതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് നീ ആരോടെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് സിദ്ദിഖ് പറഞ്ഞു എന്ന്. ഞാൻ പറയുന്നതല്ല, ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലല്ലേ, ആ സമയത്ത് ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും മുന്നിലില്ലേ, ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതിക്ക് ഇപ്പൊ പറയാവുന്ന ഒരു കാര്യം, ഞാൻ ആ സമയത്ത് എനിക്ക് ഒന്നും അറിവില്ലാത്തൊരു പ്രായമായിരുന്നു എന്ന് വേണമെങ്കിൽ ഈ യുവതിക്ക് പറയാം, ഇല്ലേ? പോലീസ് കംപ്ലൈന്റ് കൊടുത്തില്ല. അതെ, അല്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കണ്ട. ഞാൻ പറയുന്നത് താഴെ റിസപ്ഷനിൽ പോയിട്ട് റിസപ്ഷനിസ്റ്റിനോട് പറയാം, മനസ്സിലായില്ലേ? ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു എന്ന്. അപ്പൊ യുവതി ആ സമയത്ത് ഈ പീഡനം നടന്നു കഴിഞ്ഞു എന്ന് യുവതി പറഞ്ഞതിന് ശേഷം യുവതി എങ്ങോട്ടാണ് പോയത്? അതാണ് എന്റെ ചോദ്യം. യുവതിയുടെ അച്ഛനും അമ്മയും നിള തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് യുവതി മസ്കറ്റ് ഹോട്ടലിലേക്ക് വന്നു എന്ന് പറയുന്നു. അതിനുശേഷം യുവതി അച്ഛന്റെയും അമ്മയുടെ അടുത്ത് പോയിരുന്നു. അച്ഛന്റെ അല്ലെങ്കിൽ യുവതി എങ്ങോട്ടാണ് പിന്നീട് പോയത്? സിദ്ദിഖ് എങ്ങോട്ടാണ് പോയത്? അപ്പൊ സിദ്ദിഖിന് ഒരു മനസ്സിൽ ഒരു മൈൻഡിൽ ഒരു തോട്ട് ഉണ്ടായില്ലേ, ഇവർ പുറത്ത് പോയി ഇപ്പൊ ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്യൂ ആവും എന്ന്. കാരണം അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് നടന്നിരിക്കുന്നത് എപ്പോഴാണ്? 2016. നിയമമൊക്കെ സ്ട്രോങ് ആണ്, മീഡിയ സ്ട്രോങ് ആണ്, മീഡിയ സ്ട്രോങ് ആണ്. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സിദ്ദിഖിന് ഉണ്ടായില്ല എന്നുള്ളൊരു ന്യായമായിട്ടുള്ള സംശയം. അതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. സിദ്ദിഖിനെതിരെ തെളിവ് കിട്ടി എന്നുള്ളതൊക്കെ ഓക്കെ, അവിടെ ഇരിക്കട്ടെ. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അല്ല, അതിനകത്ത് വരുമ്പോൾ ആ സമയത്ത് ഈ യുവതി അനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾ ചില കേസുകൾ കണ്ടിട്ടില്ലേ, അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് ചിലപ്പോൾ അവർക്ക് ഒരു വ്യക്തത ഉണ്ടായി കാണത്തില്ലായിരിക്കും. പക്ഷെ അപ്പോഴും 2 വർഷത്തിന് ശേഷം മറ്റോ ആണ് ഇവരിത് വെളിപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ?
ആ ഒരു സമയമാണ് 2 വർഷം കഴിഞ്ഞ 3 വർഷം വെളിപ്പെടുത്തുന്നപ്പോഴാണ് വെളിപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ എഴുതിയിടുന്നത്. ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനൊരു വ്യക്തത കുറവുണ്ടായിട്ടുണ്ടെങ്കിലോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവം നടന്നാൽ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ചോദിക്കുന്ന കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നു നീ ചോദ്യം ചെയ്യുകയാണോടാ, എന്താണ് ന്യായമായ ആ പെൺകുട്ടിയെ ട്രോമ, ആ പെൺകുട്ടിക്ക് ഇതൊന്നും കോടതിക്ക് അറിയണ്ട. കോടതിയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരും. നിങ്ങൾ ആ സമയത്ത് റൂം പോയി നിങ്ങളെ കണ്ടിരുന്നു, നിങ്ങൾ ആ സമയത്ത് സിദ്ദിഖ് പീഡനം നടന്നു, ഇതെന്തുകൊണ്ട് പുറത്ത് പറഞ്ഞില്ല, നിങ്ങൾ പുറത്ത് എങ്ങനെ നടന്നുപോയി, നിങ്ങൾ ക്രൂരമായ പീഡനം, നിങ്ങൾ കഴുത്ത് നെരിച്ചു, നിങ്ങൾക്ക് ബോധക്ഷയം ഉണ്ടാകാൻ പോയി എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അങ്ങനെയുള്ള ഒരു സ്ത്രീ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്നു പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ അത്രയും ദൂരം നേരെ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്ത് പോയപ്പോൾ മാതാപിതാക്കളുടെ പ്രതികരണം എന്തായിരുന്നു? ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അത്രയും ട്രോമ. അപ്പൊ സിദ്ദിഖിനോട് ചോദ്യം വരും, സിദ്ദിഖിനോട് ചോദിക്കും, നിങ്ങൾ ഒരു സെലിബ്രിറ്റി അല്ലേ, നിങ്ങൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് ഈ പെൺകുട്ടി പറഞ്ഞ ശേഷം നിങ്ങൾക്ക് തോന്നിയില്ലേ? അതായത് ഈ പെൺകുട്ടി ഇത് പുറത്തു പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? അപ്പൊ ഈ പെൺകുട്ടിയെ പുറത്തേക്ക് അതുപോലെ ഇറക്കി വിടാൻ നിങ്ങൾ ശ്രമിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പെൺകുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് സ്വാധീനിച്ചോ? നിങ്ങൾ പറയുകയാണ്, നീ പുറത്ത് പറയരുത്, ഞാൻ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരാം എന്ന് നിങ്ങൾ പറഞ്ഞോ? അതിന്റെ മേലാണെങ്കിലോ ഈ പെൺകുട്ടി ഇത് പറയാതിരുന്നത്? സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, കോടതിയിൽ ഇങ്ങനെ ഒരു ചോദ്യം വരും. അതായത് അതിന്റെ മേലാണ് നിങ്ങൾ ഇത് 2 കൊല്ലം പറയാതിരുന്നത് എന്ന് വക്കീൽ ചോദിച്ചാൽ എന്ത് ചെയ്യും? പെൺകുട്ടി ഉത്തരം പറയേണ്ടി വരും. അതിന്റെ മേൽ നിങ്ങൾ 2 കൊല്ലം, ഈ 2 കൊല്ലം കഴിഞ്ഞാണ് അല്ല, ആ 2 കൊല്ലം കഴിഞ്ഞ് എനിക്ക് വെളിപ്പെടുത്തുക, എപ്പോഴാണ് എനിക്ക് ബോധോദയം വന്നത് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി മൈനർ ആയിരുന്നു ആ സമയത്ത്. 18 വയസ്സ് കഴിഞ്ഞാൽ എന്താണ് മൈനർ അല്ലല്ലോ. മൈനർ അല്ല. നമുക്ക് ആദ്യം അങ്ങനെ +2 എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് വന്നെങ്കിലും അങ്ങനെയല്ല. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ആ ഘട്ടത്തിലാണ് ഈ യുവതി പോകുന്നത്. അപ്പൊ എന്തൊക്കെയോ ദുരൂഹതകൾ ഈ കേസിനകത്ത് അവശേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പോരാത്തതിന് സിദ്ദിഖിനെതിരെ ഇവര് മാത്രമേ പരാതി ഉന്നയിച്ചു, മറ്റാരും ഇതുവരെ പല നടിമാരും. പക്ഷേ ഈ മുകേഷിനെതിരെ 2-3 പേര് വന്നിട്ടുണ്ട്, ജയസൂര്യക്കെതിരെ 2 പേര് വന്നിട്ടുണ്ട്, ഇടവേള ബാബുവിനെതിരെ വന്നത് ഈ മുകേഷിനെതിരെ ആരോപിച്ച ഈ മറ്റവര് ആ മൂവാറ്റുപുഴയിലുള്ള ആ സ്ത്രീ പറഞ്ഞതിന് ശേഷമാണ് മുകേഷിനെതിരെ പറഞ്ഞ ആ നടി ജയസൂര്യക്കെതിരെയും കൂടെ പറഞ്ഞിരിക്കുക. എന്നാ പിന്നെ ഒരാൾക്കും കൂടെ പറയട്ടെ, തയ്യാറാക്കി വെച്ചിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ പേര് പറയുകയായിരുന്നല്ലോ. അവരെ നമ്മൾ കൂട്ടണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ പറയുന്നതിനകത്ത് യാതൊരു തരത്തിലുള്ള അങ്ങനെ ഒരു സംഭവം, ഒരു വ്യക്തതയോ അല്ലെങ്കിൽ അതിനകത്ത് മറ്റ് ലക്ഷ്യങ്ങൾ അവർക്കുണ്ട്. പക്ഷെ വേറെ ഈ പറഞ്ഞ കുട്ടിയുടെ കാര്യത്തിൽ ഈ പറയുന്ന ചില ക്ലാരിറ്റി നമുക്ക് വരേണ്ടതുണ്ടെങ്കിൽ പോലും അങ്ങനെ ഇങ്ങനെ വന്ന് വെറുതെ ആദ്യം ഈ കുട്ടി പറഞ്ഞതിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടാണ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഈ സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അവർ പറയുന്നത്. അതിനു മുമ്പ് പറഞ്ഞത് ഇയാൾ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോരുകയായിരുന്നു എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. പിന്നീട് ഇത് മാറ്റി പറഞ്ഞു. അപ്പൊ അതിനകത്തും ഈ യുവതി തന്നെയാണ് അത് കൃത്യമായിട്ട് വ്യക്തമാക്കേണ്ടത് എന്താണെന്ന് അവിടെ സംഭവിച്ചത്. ഇങ്ങനെ ഇത്രയും മെന്റൽ ആയിട്ട് എന്താ പറയുന്നത്, ആ ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരാള് തീർച്ചയായിട്ടും അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയും. അവര് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിക്ക് പോകും. കാരണം അത്രയും അവർ മാനസികമായി വേദനിക്കുകയാണ്. അവർ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുമ്പോഴും അപ്പോഴും ഡോക്ടർ പറയില്ലേ ഇങ്ങനൊരു സംഭവമാണ്, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. അതെ, അതാണ് പറയില്ലേ. പിന്നെ ഡോക്ടർമാർ ഉടനെ പറയും പോലീസ് സ്റ്റേഷനിൽ, അല്ലെങ്കിൽ ഡോക്ടർമാരെ അറിയിക്കും. അല്ലെങ്കിൽ ഇവര് അത് ഒളിച്ചായിരിക്കണം ചെയ്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? അത് പുറത്തറിയണ്ട എന്നുള്ള രീതിയിൽ മെന്റൽ ട്രോമയ്ക്ക് തേടി. എന്നാൽ ഈ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇപ്പൊ നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പൊ നഷ്ടപ്പെടാൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെയോ നഷ്ടപ്പെടാനുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ സമയത്ത് ഇത് പുറത്ത് പറയാത്തില്ല എന്നൊരു ധ്വനി അതിനകത്തുള്ളത് പോലെ എനിക്ക് തോന്നി. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ഇതൊക്കെ പോലീസ് ചോദിക്കും, കോടതിയിൽ ഇതൊക്കെ വലിയ സംഭവവും, കോടതിക്ക് തെളിവുകളാണ് വലുത്. ആ സമയത്ത് വാദമുഖങ്ങൾ കൃത്യമായിട്ടുള്ള വാദങ്ങളായിരിക്കണം. ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ അതിനകത്ത് അവശേഷിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ തൈരും ചോറും മീനും കഴിച്ചു എന്നുള്ളതൊന്നും പറയുന്ന ഒരു വലിയ തെളിവായിട്ടൊന്നും ചിലപ്പോൾ കോടതി കാണണമെന്നൊന്നുമില്ല. ആ സമയത്ത് അയാൾ ചോറ് കഴിച്ചു, അത് ശരിയാണ്. ഇപ്പൊ ഞാനും ധനുഷും പോയിരിക്കുന്ന അല്ല, അത് ആ പെൺകുട്ടി അത് പറഞ്ഞത്, ആ പെൺകുട്ടി അത് പറയുമ്പോൾ അതിനകത്ത് കേരള പോലീസ് അത് കൊണ്ടുവന്ന ആരാണ്, അത് ഭക്ഷണം എവിടെ നിന്ന് വന്നു, അവിടെയാണ് അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ സിദ്ദിഖിന് പറയാം, ഞാൻ തൈരും ചോറും മീനും കഴിച്ചു എന്ന് കുട്ടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ കൊണ്ടുവന്നത് ഇന്ന ആളാണ്. അയാളോട് ചോദിച്ചു നോക്കൂ. അയാൾ വരുമ്പോ ഞാൻ ഏത് വസ്ത്രത്തിലായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നു, റൂമിൽ എന്തെങ്കിലും അലങ്കോലപ്പെട്ട് കിടന്നോ, അതൊക്കെ വലിയ സംഭവങ്ങളാണ്. മനസ്സിലായില്ലേ? ഉണ്ടോ, സൂട്ട് റൂം ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി, അല്ലെങ്കിൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്ന് സിദ്ദിഖ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാലോ, കഴിച്ചിട്ടില്ല എന്നും സിദ്ദിഖിന് പറയാലോ. അപ്പൊ ഈ യുവതി പറയുന്നത് കള്ളമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം വരും. കഴിച്ചിട്ടില്ല എന്ന് സിദ്ദിഖിന് തെളിയിക്കാൻ പറ്റിയാലോ, ഞാൻ എങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്ന് പുറത്തുനിന്നായിരുന്നു എനിക്ക് ഭക്ഷണം, അല്ലെങ്കിൽ അന്ന് റൂം പോയി വന്നിട്ടില്ല, അത് അവിടെ അന്വേഷിച്ചാൽ മനസ്സിലാവും. അങ്ങനെ സിദ്ദിഖിന് വാദം മൂന്ന് നിരത്താലോ. അപ്പൊ ഇവര് പറയുന്നത് തന്നെയാണ്
അന്വേഷിച്ച് തെളിവായിട്ട്, അതായത് ചേട്ടാ ഞാൻ പറയട്ടെ, ഈ സ്ത്രീകൾ പറയുന്നുണ്ടല്ലോ, അതായത് ഈ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീ പറയുന്നുണ്ടല്ലോ, ഞാൻ ആരോപണം ഉന്നയിക്കും, തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാ മുകേഷ് തെളിയിക്കുന്നത്? അവരുന്നയിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് കിട്ടുന്ന ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചാണ് തെളിയിക്കുന്നത്. അവരുന്നയിച്ച ആരോപണം അത് തന്നെ ഒരു ലൂപ്പ് ഹോളാണ്. അവർ പറയുന്നത് കേട്ടില്ലേ, അവർ ആരോപണം ഉന്നയിക്കും, ഞാൻ തെളിയിക്കണം. അവരുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അതോടുകൂടി കേസ് ഡിസ്പേഴ്സ്ഡ്. ഇത് കഴിഞ്ഞിട്ട് അവര് ചുംബനം അയച്ചു കൊടുത്തല്ലോ, ഫോണിൽ കൂടെ ചുംബിക്കുകയാണ്. അപ്പൊ പിന്നെ തീർന്നില്ല. ഈ പീഡിപ്പിച്ച ആളിനെ ചേട്ടാ, നമ്മൾ ഒരാൾ പീഡിപ്പിച്ചു, ആ പീഡിപ്പിക്കപ്പെട്ട ആൾ എത്രയും ഈ പറഞ്ഞ മാനസികമായി പിന്നെ അയാളെ കാണുന്നത് അല്ലെങ്കിൽ അയാളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും എന്തുമാത്രം വെറുപ്പായിരിക്കും. പിറ്റേന്ന് എഴുന്നേറ്റ് അയാൾക്ക് ചുംബനം അയച്ചു കൊടുക്കും. എനിക്കറിയാം, ഒരാത്തതിന് പൈസ കിട്ടി തന്നില്ല. അതാണ് പ്രധാന പ്രശ്നം. അതാണ് പ്രധാന പ്രശ്നം. 25,000 രൂപ ഞാൻ ചോദിച്ചു, എന്നിട്ട് തന്നില്ല. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ? അത് സത്യം പറഞ്ഞ പീഡനത്തെ കോമഡിയാക്കി അവർ മാറ്റിക്കളഞ്ഞു. അതെ അതെ. ഇത് പക്ഷെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ യുവതി അല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരുത്താനുണ്ട്. അത് ആ യുവതിക്ക് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ ക്രൂരകൃത്യമാണ്. അതിൽ യാതൊരുവിധ പറയുന്നതും നമുക്ക് അന്വേഷിക്കണം. സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അന്വേഷിക്കണം. ഈ ചില വിഷയങ്ങൾ വരുമ്പോൾ ഒരാൾ പറയുന്നത് മാത്രം നമ്മൾ ആ ഫോക്കസ് ചെയ്ത് അതിൽ പിടിച്ച് മുന്നോട്ട് പോകാനല്ല, ഇപ്പുറത്ത് നിൽക്കുന്ന ആളെന്ന് പറയാനുള്ളത് എന്ന് വെച്ചാൽ അതിപ്പോ നമ്മളൊരാൾ ഇപ്പൊ വേണമെങ്കിൽ പറയും കാശ് വാങ്ങിച്ചിട്ട് പറയുകയാണ് അല്ലെങ്കിൽ ഒരാളുടെ പക്ഷം പിടി, അങ്ങനെയല്ല. അതിനകത്തൊരു കൃത്യത ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ.